ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ അതാ ഇങ്ങനത്തെ ഓരോ എഡിറ്റ്സ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും ഇങ്ങനെ വൈറലായി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കുറേ ഐറ്റം ഫോട്ടോസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ എങ്ങനെയാണ് പ്രോംപ്റ്റ് കിട്ടുക? അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഇതേക്കാരം പ്രോംപ്റ്റ് കിട്ടിയാൽ ചെയ്യാൻ ചിലപ്പോൾ അധികം ആൾക്കാർക്കും അറിയിക്കാരം. പക്ഷേ എങ്ങനെ ഈ പ്രോംപ്റ്റ് കിട്ടും, അല്ലെങ്കിൽ എന്ത് കൊടുത്താൽ പ്രോംപ്റ്റ് കൊടുത്താലാണ് ഇങ്ങനത്തെ ഒരു ഫോട്ടോ കിട്ടുക, അങ്ങനെ കുറേ ഡൗട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ ഈസി ആയിട്ട് പ്രോംപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ പ്രോംപ്റ്റ് ഈസി ആയിട്ട്, ഇപ്പോൾ ഈ ഫോട്ടോ എന്ന് മാത്രമല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡിങ് ആയി വരുന്ന ഇങ്ങനത്തെ പല മോഡൽ ഫോട്ടോസും എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ChatGPT എന്ന് അടിച്ചു നോക്കുക. ഞാൻ ChatGPTയിലാണ് പ്രോംപ്റ്റ് ചെയ്യണത്. ജെമിനിയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം ChatGPT ഓപ്പൺ ആക്കിയിട്ട് ടൈപ്പ് ചെയ്യുക ഗൂഗിളിൽ. അപ്പം ChatGPT സൈറ്റ് വരും. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ ഏത് മോഡൽ ഫോട്ടോ ആണോ ട്രെൻഡിങ്ങിൽ നിൽക്കണ ആ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കുക. എങ്ങനെയും ഗിവ് ദ പ്രോംപ്റ്റ് ടു മേക്ക്. ഇപ്പം ഞാൻ അങ്ങനെയാണ് അടിച്ചത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പം അത് ഫേസ് ചേഞ്ച് ചെയ്ത് കണ്ട് ഇതുപോലെ എങ്ങനെയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഉള്ള ഒരു പ്രോംപ്റ്റ് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ടൈപ്പ് ചെയ്താൽ ഇങ്ങനെ ChatGPT പ്രോംപ്റ്റ് തരും. അതേപോലെ നമുക്ക് ഏതൊക്കെ ഫോട്ടോ ആണോ വേണ്ടത്, അല്ല ഏതൊക്കെ മോഡൽ ഫോട്ടോ പോലത്തെ എഡിറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റാണോ വേണ്ടിയത്, അപ്പം അതൊക്കെ അങ്ങനെ ചോദിച്ച് കൊടുത്താൽ ChatGPT അതിനനുയോജ്യമായ പ്രോംപ്റ്റ് നമുക്ക് ഈസി ആയിട്ട് തരും. ചിലർക്ക് ഹിജാബ് വേണ്ടി വരും എക്സ്ട്രാ. അപ്പോൾ അതിനും നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഒരു ഹിജാബി ഗേൾ ആണെങ്കിൽ, അല്ലെങ്കിൽ വിയറിങ് ഹിജാബ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോംപ്റ്റ് തരാൻ പറഞ്ഞാൽ അങ്ങനെ തരും. അപ്പോൾ നമ്മൾ അതുപോലെ അടിച്ചു നോക്കുകയാണ്. ഇങ്ങനെ ആ രണ്ട് പ്രോംപ്റ്റും ഒരു ഹിജാബി ഗേളാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം രണ്ട് ഡ്രസ്സിലും ഇപ്പോൾ റെഡ് സാരിയിലും പറഞ്ഞിട്ട് തരുന്നുണ്ട്. അതേപോലെ മറ്റേ റീഡിങ് ബുക്ക് ഗേൾ എങ്ങനെയൊക്കാരം ഹിജാബി ഗേളാണെങ്കിൽ എന്നുള്ള രണ്ട് പ്രോംപ്റ്റ് നമുക്ക് ChatGPT നല്ല ഈസി ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഏത് ട്രെൻഡിങ്ങും അങ്ങനെ ഈസി ആയിട്ട് ChatGPTനോട് ചോദിച്ചാൽ പ്രോംപ്റ്റ് തരും. ഇനി നമ്മൾ അത് ഫോട്ടോ ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാണ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട്. അതിന് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ജെമിനി AI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം ജെമിനീൻ്റെ സൈറ്റ് വരും ഈസി ആയിട്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഈ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഏത് ഫോട്ടോക്കുള്ള നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പം ആലിയ ഭട്ടിൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പം ആലിയ ഭട്ടിന് ഇപ്പം എന്നിട്ട് പ്രോംപ്റ്റ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അതേപോലെ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് അതേപോലെ ചിലപ്പം ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടാവും, എന്നാലും ഏകദേശം ഓൾമോസ്റ്റ് അതേപോലെയുള്ള ഫോട്ടോ ഇക്കാരം നമുക്ക് തരാം. അപ്പോൾ അങ്ങനെ നമ്മൾ വേറെയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ വന്നു. അങ്ങനെ നമുക്ക് ഇപ്പം ട്രെൻഡിങ്ങിനനുസരിച്ച് എങ്ങനെയായാലും നമുക്ക് വേറെ ആരോടും ഇങ്ങനെ പ്രോംപ്റ്റ് ചോദിക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ട്രെൻഡിങ്ങിനനുസരിച്ച് നമുക്ക് ChatGPTയോ അല്ലെങ്കിൽ ഇപ്പോൾ ജെമിനിയിൽ തന്നെ പ്രോംപ്റ്റ് ചോദിച്ചാലും മതി. ഇപ്പോൾ ഹിജാബികളുടെ ആ പ്രോംപ്റ്റ് കൊടുക്കുമ്പം ഇങ്ങനെ ഒരു ഹിജാബ് ചിലർക്ക് തീരെ ഹെയർ കാണേണ്ടി വരില്ല. അപ്പം അങ്ങനെ അനുസരിച്ച് കൊടുത്താൽ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് തരും. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ ട്രെൻഡുകൾ വരുമ്പോൾ നമുക്ക് യൂട്യൂബിലോ ഗൂഗിളിലോ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രോംപ്റ്റ് കണ്ടുപിടിക്കുകയും പിന്നെ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻ്റ് ഇട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായി നമ്മളെ ഫോളോയും കൂടിയും ചെയ്യുക.